MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ന്യൂയോർക്കിൽ ഭൂമിക്കടിയിൽ നിന്നുള്ള ഗ്യാസ് ഉൽപ്പാദനം പുനരാരംഭിക്കാൻ സാധ്യത. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് വീണ്ടും കുറഞ്ഞു. ഫെബ്രുവരിയിൽ മാത്രം 2,27,000 പുതിയ തൊഴിലവസരങ്ങൾ. ശസ്ത്രക്രിയയ്ക്കായി ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷനുകൾക്ക് കാനഡയിൽ വൻ ദൗർലഭ്യം. സ്വവർഗ വിവാഹങ്ങൾക്കെതിരെ പോപ്പ് ബെനഡിക്ട് 16 രംഗത്ത്. നടൻ ജഗതി ശ്രീകുമാറിന്റെ അപകട വാർത്ത കലാകേരളത്തെ ആശങ്കയിലാക്കി. ഞാൻ അരവിന്ദ്. വാർത്തകൾ വിശദമായി. ന്യൂയോർക്കിൽ ഭൗമാന്തര ഭാഗത്തു നിന്നുള്ള ഗ്യാസ് ഉൽപ്പാദനം പുനരാരംഭിക്കാൻ സാധ്യത. ഇതിനെതിരെ കർഷകരും പ്രകൃതി സ്നേഹികളും രംഗത്തെത്തി. ഉയർന്നുവരുന്ന ഇന്ധനവിലയിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പ്രകൃതിയിൽ നിന്നുള്ള വാതകങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ ന്യൂയോർക്കിൽ ആരംഭിച്ചു. പ്രകൃതിദത്ത ഇന്ധനവാതകങ്ങൾ വേർതിരിച്ചെടുക്കാനുള്ള സംവിധാനങ്ങളുമായി കമ്പനികൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായുള്ള ചെറുതും വലുതുമായ യൂണിറ്റുകൾ ന്യൂയോർക്കിൽ പ്രവർത്തിച്ചു തുടങ്ങി. ഇത് പരിസ്ഥിതി ആഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പരിസ്ഥിതിവാദികളുടെയും കർഷകരുടെയും വാദം. ഭൂമിക്കടിയിൽ ആയിരക്കണക്കിന് അടി താഴെയാണ് പ്രകൃതിദത്ത വാതകങ്ങൾ ഉണ്ടാകുന്ന അറ. ഭൂമിക്കടിയിലെ ജലവും ചില അസംസ്കൃത വസ്തുക്കളും കൂടിക്കലരുന്നതിൽ നിന്നാണ് വാതകങ്ങൾ ബഹിർഗമിക്കുന്നത്. ഇത് വേർതിരിച്ച് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. ഇത്തരത്തിൽ ഗ്യാസ് വേർതിരിച്ചെടുക്കുന്ന കമ്പനികൾക്ക് 1 ഏക്കറിന് വെറും $1000 റോയൽറ്റിയും നൽകിയാൽ മതി. ഇത് രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നും സമൃദ്ധമായ പ്രദേശങ്ങൾ മരുഭൂമികളാകാനാണ് ഇത് കാരണമാക്കുന്നതെന്നും പ്രകൃതി സ്നേഹികൾ പറയുന്നു. പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്ന പല പ്രദേശങ്ങളും ഇതിനോടകം ഇത്തരത്തിൽ ഗ്യാസ് ഉണ്ടാക്കാനായി കമ്പനികൾക്ക് നൽകി കഴിഞ്ഞു. കർഷകർക്ക് കൃഷിയേക്കാൾ ലാഭമാണ് ഇങ്ങനെ ഭൂമി നൽകിയാൽ കിട്ടുന്നത്. ഇത്തരത്തിൽ ഗ്യാസ് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ഭീമമായ അളവ് വെള്ളം വെറുതെ പാഴായി പോവുകയാണ്. ഇതിൽ പല രാസമാലിന്യങ്ങളും കലരുന്നതായും സൂചനയുണ്ട്. ഇത് പ്രകൃതിക്ക് ദോഷമായി ബാധിക്കുമെന്നും പറയപ്പെടുന്നു. ക്യാൻസർ മുന്നറിയിപ്പിനെ തുടർന്ന് പെപ്സിയും കൊക്കക്കോളയും തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ചേരുവ മാറ്റുന്നു. ലോകത്ത് ഏറ്റവുമധികം വിറ്റഴിക്കുന്ന ജനപ്രിയ പാനീയങ്ങളായ പെപ്സിയും കൊക്കക്കോളയും തങ്ങളുടെ രഹസ്യക്കൂട്ടുകളിൽ മാറ്റം വരുത്താൻ ഒരുങ്ങുന്നു. ഇത്തരം പാനീയങ്ങളുടെ ബോട്ടിലിന് മുകളിൽ അർബുദബാധയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് പ്രിന്റ് ചെയ്യണമെന്ന നിബന്ധന വന്നതോടെയാണ് ഇത്തരത്തിൽ ആലോചിക്കാൻ പ്രമുഖ ബ്രാൻഡുകൾ തീരുമാനിച്ചത്. കോളയ്ക്ക് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കാരമലിന് പകരം വീര്യം കുറഞ്ഞ മീഥൈൽ മിഡനോൾ ഉപയോഗിക്കും. ഇതിനോടകം തന്നെ കാലിഫോർണിയൻ മാർക്കറ്റിൽ കമ്പനി ഇത്തരത്തിൽ നിർമ്മിച്ച പാനീയങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞു. ഇനി അമേരിക്ക മുഴുവൻ ഇത്തരത്തിലാക്കാനാണ് കമ്പനികൾ ഉദ്ദേശിക്കുന്നത്. ഈ മാറ്റങ്ങൾക്ക് പിന്നിൽ ആരോഗ്യപരമായ ഒരു കാരണങ്ങളുമില്ലെന്നാണ് കൊക്കക്കോളയുടെ അഭിപ്രായം. പഠനങ്ങൾ നടത്തിയത് എലികളിലാണെന്നും ഇത് മനുഷ്യരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്നും കമ്പനി അധികൃതർ ഉറപ്പു പറയുന്നു. ഏകദേശം 1000 ക്യാനിലുള്ളതിനു സമാനമായ രാസവസ്തുക്കൾ കൊണ്ടാണ് പരീക്ഷണങ്ങൾ നടത്തിയതെന്നാണ് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത്. ഈ പഠനമാണ് ക്യാൻസറിന് കാരണമാക്കുന്ന രാസവസ്തുക്കളെ ഈ പാനീയങ്ങളിൽ കണ്ടെത്തിയത്. അമേരിക്കയിലെ ശീതളപാനീയ വിപണിയുടെ 90% കൊക്കക്കോളയും പെപ്സിയുമാണ് കൈയാളുന്നത്. ഈ മാറ്റങ്ങൾ അമേരിക്കയിൽ മാത്രമാണെന്നും യൂറോപ്പ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പഴയ രീതിയിൽ തന്നെയാകും കൊക്കക്കോള ലഭിക്കുകയെന്നും കമ്പനി വക്താക്കൾ പറഞ്ഞു. അമേരിക്കയിലെ തൊഴിലില്ലായ്മ നിരക്ക് വീണ്ടും കുറഞ്ഞു. ഫെബ്രുവരിയിൽ മാത്രം 2,27,000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. അമേരിക്കൻ സാമ്പത്തിക രംഗത്തിന് ശുഭസൂചനകളുമായി തൊഴിൽ രംഗത്ത് വീണ്ടും വർധന. കഴിഞ്ഞ കുറെ മാസങ്ങളായി തുടരുന്ന പുതിയ തൊഴിലവസരങ്ങളുടെ വർധനവ് ഫെബ്രുവരിയിലും പ്രകടമായി. ഫെബ്രുവരിയിൽ മാത്രം 2,27,000 തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇതുകൂടിയായതോടെ മുൻമാസമുണ്ടായതുപോലെയുള്ള 8.3% തന്നെ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ 3 വർഷത്തിനിടെയുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. ഡിസംബറിലും ജനുവരിയിലും ഇതേ വളർച്ച തൊഴിൽ രംഗത്ത് പ്രകടമായിരുന്നു. രാജ്യത്തിന്റെ നല്ല ദിവസങ്ങൾ ഉടൻ തന്നെ വരുമെന്ന് ഒബാമ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക രംഗം കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2007 രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 8% താഴെ നിന്നത്. അതിനുശേഷം ഒരിക്കൽ പോലും ഈ നേട്ടം കൈവരിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തൊഴിൽ രംഗത്തെ ഈ വളർച്ച തികച്ചും സാങ്കേതികം മാത്രമാണെന്നാണ് റിപ്പബ്ലിക്കൻ നിരയുടെ വാദം. തൊഴിലില്ലായ്മ നിരക്ക് 8% താഴെ എത്തിക്കാൻ ഒബാമയ്ക്ക് കഴിയില്ലെന്നാണ് റോംനിയുടെ അഭിപ്രായം. രാജ്യത്തെ തൊഴിൽ രംഗത്തെ വളർച്ചയ്ക്ക് പ്രധാന കാരണം ആരോഗ്യ മേഖലയും പ്രൊഫഷണൽ മേഖലയും നിർമ്മാണ മേഖലയും ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും കൈവരിച്ച നേട്ടങ്ങളാണ് രാജ്യത്തെ തൊഴിൽ രംഗത്തെ വളർച്ചയ്ക്ക് കാരണം. രാജ്യത്തെ കാർ നിർമ്മാണ കമ്പനികൾ പുതിയ ജീവനക്കാരെ എടുത്തതും ഈ നേട്ടത്തിന് പിന്നിലുണ്ട്. ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറഞ്ഞ അമേരിക്കൻ സ്റ്റേറ്റ് നോർത്ത് ഡെക്കോത്തയാണ്. ഇവിടത്തെ തൊഴിലില്ലായ്മ നിരക്ക് 3.3%.
ഏറ്റവും കൂടിയ തൊഴിലില്ലായ്മ നിരക്ക് നെവേദയിലും. ഇവിടെ 13% തൊഴിൽരഹിതരുണ്ട്. തലസ്ഥാനമായ വാഷിംഗ്ടണിൽ 8.6% എന്ന ദേശീയ ശരാശരിക്കൊപ്പമാണ്. മുസ്ലിങ്ങൾക്കെതിരെ ന്യൂയോർക്ക് പോലീസ് പ്രവർത്തിച്ചതിന്റെ തെളിവുകൾ പുറത്തുവന്നു. എന്നാൽ മേയർ ബ്ലൂംബർഗ് ഈ ആരോപണങ്ങളെ നിഷേധിക്കുന്നു. ന്യൂയോർക്ക് പോലീസിന്റെ മുസ്ലിം വിരുദ്ധ സമീപനം കൂടുതൽ വ്യക്തമാകുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നടന്നുവരുന്ന ന്യൂയോർക്ക് പോലീസിന്റെ മുസ്ലിം നിരീക്ഷണത്തിനെതിരെയുള്ള കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ന്യൂയോർക്കിലെയും പരിസര പ്രദേശങ്ങളിലെയും മുസ്ലിങ്ങൾ ആരാധന നടത്തുന്ന പള്ളികളിലും അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളിലും കോളേജുകളിലും വരെ ന്യൂയോർക്ക് പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. എന്നാൽ ഇത് യാതൊരു തെളിവുകളുടെയും അടിസ്ഥാനത്തിലല്ലെന്നാണ് പുതിയ കണ്ടെത്തൽ. എന്നാൽ ഈ ആരോപണങ്ങൾ ന്യൂയോർക്ക് മേയർ മൈക്കിൾ ബ്ലൂംബർഗ് നിഷേധിച്ചിട്ടുണ്ട്. പോലീസിന്റെ നടപടി നിയമവിധേയവും രാജ്യസുരക്ഷയ്ക്ക് അത്യാവശ്യവുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. 2001 സെപ്റ്റംബർ 11 നടന്നതുപോലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാനായാണ് ഈ നിരീക്ഷണം ശക്തമാക്കിയത്. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന വിവരങ്ങളോട് അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രതികരിച്ചിട്ടില്ല. മുസ്ലിം വിദ്യാർത്ഥികൾ ഏറെ പഠിക്കുന്ന സ്കൂളുകളിലും കോളേജുകളിലും വരെ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. രാജ്യത്തെ മുസ്ലിം സംഘടനകൾ പോലീസിന്റെ നടപടിക്കെതിരെ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഒരു സംശയത്തിന്റെ പേരിൽ സാധാരണക്കാരെ പോലും പ്രതിക്കൂട്ടിലാക്കുന്ന പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്നും ഒരു മതവിഭാഗത്തെ മാത്രം സംശയിക്കുന്നത് മനുഷ്യാവകാശ ധ്വംസനമാണെന്നും കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻ അഭിപ്രായപ്പെട്ടു. ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷനുകൾക്ക് കാനഡയിൽ വൻ ദൗർലഭ്യം. ഇത്തരം മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന പ്രധാന കമ്പനി ഉൽപ്പാദനം കുറച്ചതാണ് ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നത്. കുത്തിവയ്പ്പിനുള്ള 90% മരുന്നുകളും ഉൽപ്പാദിപ്പിച്ചിരുന്ന കാനഡയിലെ സാന്റോസ് കമ്പനിയുടെ ക്യൂബെക് ഫാക്ടറിയിലുണ്ടായ തീപിടുത്തമാണ് മരുന്ന് ലഭ്യത കുറയ്ക്കാൻ കാരണമാക്കിയത്. സാന്റോസ് കമ്പനിയാണ് കാനഡയിലെ കുത്തിവയ്പ്പിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ 90% ഉൽപ്പാദിപ്പിച്ചിരുന്നത്. മരുന്ന് ദൗർലഭ്യത്തെ തുടർന്ന് കാനഡയിലെ ആശുപത്രികൾ തങ്ങളുടെ കൈവശമുള്ള മരുന്നുകൾ മറ്റ് ആശുപത്രികളുമായി പങ്കുവയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ദൗർലഭ്യം പരിഹരിക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ആവശ്യമാണെന്നാണ് ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർ അഭിപ്രായപ്പെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സാന്റോസ് കമ്പനിക്ക് തീപിടിച്ചത്. ഇതിനെ തുടർന്നാണ് തങ്ങൾ മരുന്നുൽപാദനം കുറയ്ക്കുകയാണെന്ന് കമ്പനി അറിയിച്ചത്. ഉൽപ്പന്നങ്ങളുടെ നിലവാരം കൂട്ടുന്നതിനുള്ള അമേരിക്കൻ പരിശോധകരുടെ നിർദ്ദേശവും ഉൽപാദനം കുറയ്ക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ വരും ദിവസങ്ങളിൽ ഉൽപാദനം കൂട്ടാൻ ശ്രമിക്കുമെന്നാണ് സാന്റോസ് കമ്പനി അധികൃതർ അറിയിച്ചത്. 255ഓളം ആശുപത്രികൾക്ക് മരുന്ന് വിതരണം ചെയ്യുന്ന ഏറ്റവും വലിയ മരുന്ന് വിതരണ കമ്പനിയായ ഹെൽത്ത് പ്രോയുടെ അഭിപ്രായത്തിൽ സാന്റോസിന് പകരം വിദേശത്തു നിന്നുള്ള മറ്റ് കമ്പനികളിൽ നിന്ന് മരുന്ന് ഇറക്കുമതി ചെയ്യുന്നത് അപ്രായോഗികമായ നടപടിയെന്നാണ്. പിങ്ക് സ്ലൈം ഉൽപാദനത്തിനെതിരെ പരക്കെ വിമർശനം. ഉയർന്ന തോതിലുള്ള അമോണിയം ഹൈഡ്രോക്സൈഡിന്റെ ഉപയോഗമാണ് വിമർശനത്തിന് കാരണം. സൂപ്പർ മാർക്കറ്റുകൾ വഴി വിൽക്കപ്പെടുന്ന ബീഫിന്റെ 70%-ഓളവും നിരവധി പ്രക്രിയകൾക്ക് വിധേയമായ ഉപയോഗശൂന്യമായ ഇറച്ചിയാണെന്നാണ് പുതിയ ആരോപണം. ഒരു കാലത്ത് ഇത്തരം ഇറച്ചി ഉൽപ്പന്നങ്ങൾ നായ്ക്കൾക്കും എണ്ണ ഉൽപ്പാദിപ്പിക്കാനുമാണ് ഉപയോഗിച്ചിരുന്നത്. ബോൺലെസ് ലീൻ ട്രിമ്മിംഗ് എന്നറിയപ്പെടുന്ന ഈ എല്ലില്ലാത്ത ഇറച്ചി സാധാരണമായി ഇറച്ചി വേസ്റ്റാണെന്നും എന്നാൽ ഇതിനെയാണ് മനുഷ്യർക്ക് കഴിക്കാവുന്ന സുരക്ഷിതമായ രീതിയിൽ പുതിയ ഉൽപ്പന്നമായ പിങ്ക് സ്ലൈമാക്കി മാറ്റിയിരിക്കുന്നതെന്നുമാണ് അമേരിക്കൻ മീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് ജെ പാട്രിക് ബോയ്ലി അഭിപ്രായപ്പെട്ടത്. എന്നാൽ കാഴ്ചയിൽ പിങ്ക് സ്ലൈം ജെലാറ്റിൻ പോലെ ഇരിക്കുന്നതാണെന്നും ഇതിലുപയോഗിക്കുന്ന അമോണിയം ഹൈഡ്രോക്സൈഡ് ആരോഗ്യത്തിന് ഹാനികരമാണെന്നുമാണ് വിമർശകർ പറയുന്നത്. ഈ വാദത്തെ അമേരിക്കൻ മീറ്റ് ഇൻഷുറൻസിന്റെ ക്വാളിറ്റി അഷുറൻസ് മാനേജറായിരുന്ന കിറ്റ് ഫോഷി പിന്തുണയ്ക്കുന്നു. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ഇറച്ചിയിൽ നിന്നാണ് പിങ്ക് സ്ലൈം ഉണ്ടാക്കുന്നത്. പ്രധാനമായും വിസർജ്യവുമായി സമ്പർക്കത്തിലിരിക്കുന്ന ശരീരഭാഗങ്ങളാണ് പിങ്ക് സ്ലൈം മീറ്റിനായി ഉപയോഗിക്കുന്നത്. ഈ ശരീരഭാഗങ്ങളെ ചെറുതായി ചൂടാക്കിയ ശേഷം കൊഴുപ്പും കോശങ്ങളും വേർതിരിച്ച ശേഷം അമോണിയ വാതകം ഉപയോഗിച്ച് അണുനശീകരണം നടത്തിയാണ് പിങ്ക് സ്ലൈം ഉണ്ടാക്കുന്നതെന്നാണ്. ഇതിനെ എതിർത്തത് കാരണം തനിക്ക് ജോലി നഷ്ടപ്പെട്ടെന്നും ഫോഷി വെളിപ്പെടുത്തി. എന്നാൽ പിങ്ക് സ്ലൈം സുരക്ഷിതമായി കഴിക്കാൻ കഴിയുന്ന ആഹാര പദാർത്ഥമാണെന്നാണ് അമേരിക്കൻ കൃഷി വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. സ്വവർഗ വിവാഹങ്ങൾക്കെതിരെ പോപ്പ് ബെനഡിക്ട് 16 രംഗത്ത്. അമേരിക്കൻ ബിഷപ്പുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് അമേരിക്കയിൽ ചൂടേറിയ ചർച്ചകൾക്ക് കാരണമാക്കിയ സ്വവർഗ വിവാഹങ്ങൾക്കെതിരെ പോപ്പ് ബെനഡിക്ട് 16 മാർപ്പാപ്പ രംഗത്തെത്തി. വിവാഹത്തിന്റെ നിയമപരമായ നിർവചനം മാറ്റാനാണ് ശക്തമായ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലം ശ്രമിക്കുന്നതെന്ന് മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി. The generous indissoluble love of a man and a woman is the effective context and the foundation of human life in its gestation, in the birth and growth, and its natural end. അമേരിക്കയിൽ നിന്നുള്ള ബിഷപ്പുമാരുടെ സംഘത്തെ വത്തിക്കാനിൽ സന്ദർശിച്ച ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് മാർപ്പാപ്പ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്.
ഇത്തരത്തിൽ സമൂഹത്തിന്റെ സ്ഥിരതയെ തന്നെ ബാധിക്കുന്ന ഈ പുതിയ നിയമവ്യവസ്ഥയ്ക്കെതിരെ സഭയും പള്ളികളും നിലകൊള്ളണമെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. വാഷിംഗ്ടൺ, മെറിലാൻഡ് സ്റ്റേറ്റുകൾ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കി നിയമം പാസാക്കി ആഴ്ചകൾക്കുള്ളിലാണ് ഇത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും കുറഞ്ഞത് അമേരിക്കയിലെ 5 സ്റ്റേറ്റുകൾ ഇത്തരം നിയമം സംബന്ധിച്ച തീരുമാനമെടുക്കാനിരിക്കുകയാണ് പോപ്പിന്റെ പ്രസ്താവന. പരമ്പരാഗത സംസ്കാരത്തിൽ നിന്നും മാറി നടക്കാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്കുള്ള ഉപദേശം കൂടിയാണ് പോപ്പിന്റെ ഈ പ്രസ്താവന. ഒബാമ സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസിലെ ഗർഭനിയന്ത്രണ മാർഗങ്ങൾ സംബന്ധിച്ച ഭാഗത്തിനെതിരെയും സ്വവർഗ വിവാഹങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തുന്ന അമേരിക്കയിലെ ക്രൈസ്തവ സമൂഹത്തിനുള്ള പിന്തുണ പ്രഖ്യാപനം കൂടിയാണിത്. ന്യൂയോർക്ക് ആർച്ച് ബിഷപ്പ് കർദിനാൾ തിമോത്തി ഡോളൻ ആഴ്ചകൾക്ക് മുമ്പാണ് ഒബാമയുടെ ആരോഗ്യ നയത്തിനെതിരെ രംഗത്ത് വന്നത്. ഒബാമ നടപ്പിലാക്കിയ പുതിയ നിയമം മൂലം രാജ്യത്തെ സഭയും ഗവൺമെന്റും തമ്മിലുള്ള അകൽച്ചയ്ക്കാണ് കാരണമാക്കുന്നതെന്ന് ഡോളൻ അഭിപ്രായപ്പെട്ടു. ഭൂമിയിലെ വാർത്താവിനിമയ വൈദ്യുത ശൃംഖലകൾക്കും ഉപഗ്രഹങ്ങൾക്കും ഭീഷണിയാകുമെന്ന് പ്രവചിച്ചിരുന്ന സൗരജ്വാല പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കടന്നുപോയി. ഭൂമിയിലെ വാർത്താവിനിമയ വൈദ്യുത ശൃംഖലകൾക്കും ഉപഗ്രഹങ്ങൾക്കും ഭീഷണിയാകുമെന്ന് കരുതിയിരുന്ന സൗരജ്വാല കുഴപ്പമുണ്ടാക്കാതെ കടന്നുപോയി. വ്യാഴാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച രാവിലെയോടെ ഭൂമിയെ കടന്നുപോയ സൗരജ്വാല കൊണ്ട് പ്രതീക്ഷിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്നാണ് അമേരിക്കയുടെ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മേധാവി ജോസഫ് കഞ്ചസ് പറഞ്ഞത്. 5 വർഷത്തിനിടയിലെ ഏറ്റവും തീക്ഷ്ണതയേറിയ സൗരജ്വാലയാണ് കഴിഞ്ഞ ദിവസം നാസ കണ്ടെത്തിയത്. സൂര്യന്റെ ഉപരിതലത്തിലെ താരതമ്യേന ചെറിയ പ്രദേശത്തു നിന്നും പുറത്തേക്ക് നീളുന്ന പ്രകാശ ചീളുകളാണ് സൗരജ്വാലകൾ. ക്രമരഹിത സ്വഭാവത്തോടു കൂടിയ വലിയ സൗരകളങ്കങ്ങൾക്കടുത്തുണ്ടാകുന്ന സ്ഫോടനങ്ങളുടെ ഫലമാണിത്. വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ രൂപത്തിലാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇത് പ്രവേശിക്കുന്നത്. സെക്കൻഡിൽ 1300 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഇത് ഉപഗ്രഹ വാർത്താവിനിമയ ശൃംഖലകൾക്ക് ഉപയോഗിക്കുന്ന തരംഗങ്ങളുമായി പ്രവർത്തിക്കുമെന്നായിരുന്നു ആശങ്ക. അങ്ങനെ വന്നാൽ വാർത്താവിനിമയ സംവിധാനങ്ങളും വിമാന സർവീസുകളും താറുമാറാകുമെന്ന് ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഒന്നുമുണ്ടായില്ല. സൗരജ്വാലയുടെ വരവോടെ കഴിഞ്ഞ ദിവസം കൂടുതൽ വർണ്ണശബളമായ ധ്രുവദീപ്തി ദൃശ്യമായി. ബഹിരാകാശത്ത് നിന്നെത്തുന്ന ചാർജിത കണങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ധ്രുവദീപ്തി ഉണ്ടാകുന്നത്. വർഷങ്ങൾ നീണ്ട അലസതയ്ക്ക് ശേഷം സൂര്യൻ വീണ്ടും സജീവമാകുന്നതിന്റെ സൂചനകളാണ് സൗരജ്വാലകൾ. 2013-2014 കാലത്ത് സൂര്യന്റെ പ്രവർത്തനം ഏറ്റവും തീക്ഷ്ണമാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ കൂടുതൽ ശക്തമായ സൗരജ്വാലകൾ പുറപ്പെടാനിടയുണ്ട്. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി കോഫി അന്നൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദുമായി ചർച്ച നടത്തി. അന്നൻ ഡമാസ്കസിൽ തുടരുന്നു. രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി ഐക്യരാഷ്ട്രസഭ മുൻ സെക്രട്ടറി ജനറൽ കോഫി അന്നൻ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസാദുമായി ശനിയാഴ്ച ചർച്ച നടത്തി. ചർച്ച നടക്കുമ്പോൾ തന്നെ ആക്രമണത്തിൽ 12ഓളം പേർ മരിച്ചത് സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അറബ് ലീഗിന്റെയും ഐക്യരാഷ്ട്ര സംഘടനയുടെയും സംയുക്ത പ്രതിനിധികളുമായാണ് കോഫി അന്നൻ ഡമാസ്കസിലെത്തുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹം പ്രസിഡന്റ് ബാഷർ അൽ അസാദിനോട് അഭ്യർത്ഥിച്ചതായാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വക്താവ് അഹമ്മദ് ഫൗസി വെളിപ്പെടുത്തിയത്. പ്രസിഡന്റ് ആസാദിന് പുറമെ പ്രതിപക്ഷ നേതാക്കളെയും പ്രക്ഷോഭത്തിലേർപ്പെട്ടിരിക്കുന്ന മറ്റ് സംഘടനാ നേതാക്കളെയും സാമൂഹ്യ പ്രവർത്തകരെയും അദ്ദേഹം കാണും. എന്നാൽ കോഫി അന്നനുമായുള്ള ചർച്ച വലിയ മാറ്റങ്ങളൊന്നും അസാദിന്റെ തീരുമാനത്തിൽ ഉണ്ടാക്കാനിടയില്ലെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. അന്നൻ ഭരണമാറ്റത്തിനായി ശ്രമിക്കുമെന്നും സിറിയൻ ജനതയ്ക്ക് തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാക്കുകയാണ് അന്നന്റെ ലക്ഷ്യമെന്നുമാണ് ഐക്യരാഷ്ട്രസഭയിലെ അമേരിക്കൻ അംബാസിഡർ സൂസൻ റൈസ് അന്നന്റെ സിറിയൻ ദൗത്യത്തോട് പ്രതികരിച്ചത്. കോഫി അന്നൻ ഞായറാഴ്ച രാവിലെ വരെ സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ തങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആശാവഹമായ എന്തെങ്കിലും പ്രതികരണം സിറിയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്ന് അറിയാനാണ് അദ്ദേഹം അവിടെ തങ്ങുന്നത്. എന്നാൽ ശനിയാഴ്ച കെയ്റോയിൽ നടന്ന അറബ് ലീഗ് മീറ്റിൽ സിറിയൻ സർക്കാരിനും പ്രസിഡന്റ് ബാഷർ അൽ അസാദിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പ്രതിനിധികൾ ഉന്നയിച്ചത്. അന്താരാഷ്ട്ര സൈന്യത്തെയും അറബ് പട്ടാളത്തെയും സിറിയയിലേക്ക് അയക്കാൻ സമയമായി എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി ഈ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടത്. ഈ മീറ്റിൽ വെച്ച് തന്നെ റഷ്യ പ്രസിഡന്റ് ആസാദിനെ സഹായിക്കുകയാണെന്ന വാദത്തെ റഷ്യൻ പ്രതിനിധി എതിർക്കുകയും ചെയ്തു. സാമ്പത്തിക ലാഭത്തിനായി റഷ്യ പ്രസിഡന്റ് ആസാദിനെ സംരക്ഷിക്കുകയാണെന്ന വാദം ഏറെ നാളായി നിലനിൽക്കുന്ന അവസരത്തിലാണ് റഷ്യയുടെ ഈ അഭിപ്രായ പ്രകടനം എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇനി ഒരിടവേള. അമേരിക്കയിലെ ഏറ്റവും പ്രചാരമുള്ള മലയാള പ്രസിദ്ധീകരണം മലയാളി സംഗമം 10ാം വാർഷികത്തോടനുബന്ധിച്ച് 3ാമത് എഡിഷൻ ടൊറന്റോയിൽ നിന്നും. മലയാളി സംഗമം ഷിക്കാഗോ, ന്യൂയോർക്ക്, ടൊറന്റോ.
ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. ഇനി മലയാളി കമ്മ്യൂണിറ്റി വാർത്തകൾ. ഡാളസ് മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കരോൾട്ടൺ റിക്രിയേഷൻ സെന്ററിൽ വെച്ച് ഹൃദയ സംരക്ഷണ സിമ്പോസിയവും ചർച്ചയും നടത്തി. ഡോക്ടർ CKP നായർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. ആഗോളതലത്തിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളും പക്ഷാഘാതവും മറ്റും ഇന്ത്യൻ വംശജരിൽ ഇതര രാജ്യക്കാരെ അപേക്ഷിച്ച് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു ശരാശരി മലയാളി ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ ജീവിതശൈലി, ഭക്ഷണക്രമം, പാചകരീതി തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഡോക്ടർ നായർ വിശദീകരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ഫിലിപ്പ് ചാമത്തിൽ, സെക്രട്ടറി ജേക്കബ് പറമ്പേത്ത് തുടങ്ങി നിരവധി പേരും ചർച്ചകളിൽ പങ്കെടുത്തു. സീറോ മലബാർ കാത്തലിക് സഭയുടെ ടെക്സാസ്, ഒക്ലഹോമ മേഖലകളിലെ ദേവാലയങ്ങളിൽ നിന്നുള്ള CDC വിദ്യാർത്ഥികൾക്കായുള്ള ടാലന്റ് ഫെസ്റ്റ് 2012 ആരംഭിച്ചു. സെന്റ് അൽഫോൺസ ചർച്ചിലാണ് പരിപാടികൾ അരങ്ങേറുന്നത്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൽ 300-ൽ പരം വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുക്കും. കേരളീയ ശൈലിയിൽ തയ്യാറാക്കിയിരുന്ന നാടൻ തട്ടുകളിൽ നിന്നുള്ള ഭക്ഷണവും പരമ്പരാഗത ക്രൈസ്തവ രീതിയിലുള്ള ആചാരങ്ങളോടുകൂടിയ സ്വീകരണ ഹാളുമൊക്കെ ഫെസ്റ്റിവലിനെ ആകർഷകമാക്കും. വികാരി ഫാദർ മാത്യു സസേരിയുടെ നേതൃത്വത്തിലുള്ള ഫെസ്റ്റ് കമ്മിറ്റിയുടെ ശ്രമഫലമായി ആധുനിക രീതിയിൽ പുതുക്കിപ്പണിത ഓഡിറ്റോറിയത്തിലായിരിക്കും മത്സരങ്ങൾ നടക്കുന്നത്. ഗ്രേറ്റർ ചിക്കാഗോ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി അലുമിനി അസോസിയേഷൻ ഏപ്രിൽ 21 ശനിയാഴ്ച ഗസൽസിൽ വിശ്വപ്രസിദ്ധരായ കാംറൂൺ ഹസൻ, ഇമ്രാൻ ഹസൻ സഹോദരങ്ങളുടെ സംഗീത സായാഹ്നം സംഘടിപ്പിക്കുന്നു. ഈ സംഗീത വിരുന്നിൽ സരിഗമ ഫെയിം ഫർഹാൻ സെയ്ദിയും പങ്കെടുക്കും. ഗ്രേസ് ലേക്ക്, വെസ്റ്റ് വാഷിംഗ്ടൺ സ്ട്രീറ്റിലുള്ള ലേക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഏപ്രിൽ 21 ശനിയാഴ്ച വൈകിട്ട് 6:30 പരിപാടികൾ നടക്കുക. ഇന്ത്യയിലെ ദരിദ്രരായ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ഫണ്ട് ശേഖരിക്കുന്നതിനാണ് ഈ സംഗീത സായാഹ്നം സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യൂൻസ് ജ്ഞാനായ കത്തോലിക് മിഷന്റെ പ്രശസ്ത വചന പ്രഘോഷകൻ കപ്യൂച്ചൽ സഭയിലെ ഫാദർ ജോസഫ് പുത്തൻപുരക്കലിന്റെ നേതൃത്വത്തിൽ വചന ശുശ്രൂഷ നടത്തുന്നു. മാർച്ച് 22 മുതൽ 24 വരെ ക്യൂൻസിലെ ഫെയ്സ് ചാപ്പലിൽ വച്ചാണ് പരിപാടികൾ നടക്കുക. അന്നേ ദിവസം കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ധ്യാനം നടത്തുകയും ചെയ്യും. ഇനി കേരള ഡെസ്ക്. നടൻ ജഗതി ശ്രീകുമാറിന്റെ അപകട വാർത്ത കലാകേരളത്തെ ആശങ്കയിലാക്കി. ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ചലച്ചിത്ര താരം ജഗതി ശ്രീകുമാറിനെ വാഹനാപകടത്തിൽപ്പെട്ട ഗുരുതരമായ പരിക്കുകളോടെ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജഗതി അപകടനില തരണം ചെയ്തു വരികയാണെന്ന് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞു. വാഹനമോടിച്ചിരുന്ന പെരുമ്പാവൂർ സ്വദേശി അനിൽകുമാറും ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്തിനടുത്ത് പാണമ്പ്രയിൽ ഇന്നലെ പുലർച്ചെ 4:30-ക്കായിരുന്നു അപകടം. ജഗതി സഞ്ചരിച്ചിരുന്ന വാഹനം റോഡിലെ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഡിവൈഡറിന്റെ 1 മീറ്ററിലധികം ഭാഗം കാറിന്റെ മുൻഭാഗത്തെ നെടുകെ പിളർത്തി ഉള്ളിലേക്ക് കയറിയ നിലയിലായിരുന്നു. ചാലക്കുടിയിൽ പത്മകുമാറിന്റെ പുതിയ സിനിമയായ തിരുവമ്പാടി തമ്പാനിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ലെനിൻ രാജേന്ദ്രന്റെ സിനിമയിൽ അഭിനയിക്കാനായി കുടകിലേക്ക് പോവുകയായിരുന്നു ജഗതി. ചെമ്മാട് നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മത്സ്യത്തൊഴിലാളി ബൈജുവാണ് ഇടിച്ച് പുകയുയരുന്ന കാർ ആദ്യമായി കണ്ടത്. രോഗിയെ ആശുപത്രിയിലിറക്കി തിരിച്ചു പോവുകയായിരുന്ന വളാഞ്ചേരി സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ജഗതിയെ ആശുപത്രിയിലെത്തിച്ചത്. തലയ്ക്ക് പരിക്കുകളൊന്നുമില്ലാത്തതിനാൽ ആശുപത്രിയിലെത്തുമ്പോഴും അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു. കഴുത്ത്, വാരിയെല്ലുകൾ, അടിവയർ, കാൽ എന്നിവിടങ്ങളിലാണ് പരിക്കേറ്റത്. ശ്വാസകോശത്തിൽ ആന്തരിക രക്തസ്രാവമുണ്ടായിരുന്നു. ഇതിനാൽ 4 മണിക്കൂറിലധികം നീണ്ട ശസ്ത്രക്രിയ ഇദ്ദേഹത്തിന് വേണ്ടി വന്നു. ഉച്ചയ്ക്ക് 2 മണിയോടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. അപകട വാർത്തയെ അറിഞ്ഞ് ജഗതിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. യേശുദാസിന്റെ ജീവിതം ക്യാമറയ്ക്കുള്ളിലാക്കി ഗിന്നസിൽ ഇടം നേടിയ ലീൻ തോബിയാസ് കേരളത്തിന്റെ തലസ്ഥാനത്തിൽ. യേശുദാസ്, മലയാളി ഒരിക്കലും മറന്നുപോകാത്ത പേര്. പാടിവെച്ച പാട്ടുകൾ മലയാളിയുടെ ജീവിതത്തിന്റെ താളഭേദം പകർന്നാടാൻ തുടങ്ങിയിട്ട് 50 വർഷം കടക്കുന്നു. അനശ്വര ഗാനങ്ങളിലൂടെ ചിരഞ്ജീവിയായി മാറുന്ന യേശുദാസിന് ഒരു വ്യത്യസ്തമായ ജീവചരിത്രം. രചന നിർവഹിച്ചിരിക്കുന്നത് ലീൻ തോബിയാസ്. അസാധാരണമായ ഈ ജീവചരിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അക്ഷരങ്ങളല്ല, മറിച്ച് ഒപ്പിയെടുത്ത നിശ്ചല ചിത്രങ്ങളാണ് ലോകത്തോട് യേശുദാസിന്റെ കഥ പറയുന്നത്. ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ കൃത്യമായ സ്ഥാനമുറപ്പിച്ച ലീൻ തോബിയാസ് ഒരുപക്ഷെ ഈ കർമ്മമണ്ഡലത്തിൽ എത്തിയതുപോലും യേശുദാസിന്റെ ചിത്രങ്ങൾ എടുക്കാനായിരുന്നു. ഞാൻ ആദ്യം ദാസേട്ടനെ കാണുന്നത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രോഗ്രാമിന് പോകുമ്പോഴാണ് ദാസേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് എൻ്റെ മനസ്സിൽ
ദാസേട്ടൻ്റെ അടുത്ത് കുറേ ഫോട്ടോഗ്രാഫർമാരിങ്ങനെ ചുറ്റും വരുന്നു. അന്ന് കുറച്ച് ഫോട്ടോഗ്രാഫർമാരേ ഉള്ളൂ. അന്ന് ഫോട്ടോഗ്രാഫർ ആവണമെന്നൊരാഗ്രഹം എൻ്റെ മനസ്സിൽ വന്നതാണ്. ഒരുപക്ഷെ ഒരു കാരണം അത് തന്നെയായിരിക്കും. ഒരു ഫോട്ടോഗ്രാഫർ ആവാനൊരു കാരണമാവുന്നത് ദാസേട്ടനാണ്. ദാസേട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫറായി. അങ്ങനെ ദാസേട്ടൻ്റെ ഫോട്ടോ ബയോഗ്രഫി ചെയ്തു. അത് ഇന്ത്യയിലെ ആദ്യത്തെ ഫോട്ടോ ബയോഗ്രഫിയായിട്ട് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരാനും ഇടയായിരിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്. തിരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനം ഇപ്പോൾ തലസ്ഥാനത്ത് നടക്കുന്നു. പ്രദർശനോദ്ഘാടനം കവിയും IAS ഉദ്യോഗസ്ഥനുമായ K. ജയകുമാർ നിർവഹിച്ചു. ഗന്ധർവകാഴ്ച എന്ന ഈ ചിത്രപ്രദർശനം വളരെ ഹൃദയഹാരിയായ ഒരു പ്രദർശനമാണ്. കാരണം ഇത് ചരിത്രത്തിലൂടെയും ഓർമ്മകളിലൂടെയും ഉള്ള ഒരു തീർത്ഥയാത്ര പോലെ എനിക്ക് തോന്നി. യേശുദാസ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയ ഗായകൻ നമ്മുടെ ഒരു അബോധ മനസ്സുകളിലൊരു സാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത മുഹൂർത്തങ്ങൾ, ഇതൊക്കെ നമ്മുടെയും അനുഭവത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ എന്നറിയുമ്പോഴുണ്ടാകുന്ന ഒരു ആഹ്ലാദം. നമ്മളും ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നല്ലോ, ഒരു ശ്രോതാവായി അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരനായി ചിലപ്പോൾ പങ്കാളിയായുമെല്ലാം ഈ ജീവിതത്തിൽ നമ്മളും ഒരു ചെറിയ രീതിയിൽ പങ്കെടുത്തിരുന്നല്ലോ അല്ലെങ്കിൽ കാണാൻ സാധിച്ചല്ലോ എന്ന് നമുക്ക് അഭിമാനം തോന്നിപ്പിക്കുന്ന ഒരു അപൂർവമായിട്ടുള്ളൊരു പ്രദർശനം. ചലച്ചിത്ര സംവിധായകൻ TK രാജീവ് കുമാർ ചടങ്ങിൽ പങ്കെടുത്തു. ആകെയുള്ളതിൽ നിന്ന് തിരഞ്ഞെടുത്ത ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. യേശുദാസിന്റെ യൗവനകാലത്തെ ഏതാനും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചിത്രങ്ങൾ യേശുദാസിന്റെ സ്വകാര്യ ശേഖരത്തിലേതാണ്. ഈ ജീവിത മുഹൂർത്തങ്ങൾ പകർത്താൻ നിരവധി യാത്രകൾ വേണ്ടി വന്നു ലീനിന്. എവിടെ ഷൂട്ട് ചെയ്യുമ്പോഴും ദാസേട്ടൻ എനിക്കൊരു പരിഗണന തരാറുണ്ട്. പിന്നെ എവിടെ പോകണമെന്നുണ്ടെങ്കിലും ദാസേട്ടൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടൻ്റെ സമയം അനുസരിച്ച് ഇപ്പം മദ്രാസിൽ പോകുമ്പോഴും ദാസേട്ടൻ്റെ വീട്ടിൽ തന്നെ നിന്നിട്ട് കുറേ സ്ഥലങ്ങളിൽ ദാസേട്ടൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. പലപ്പോഴും പോകുന്നുണ്ടെങ്കിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലങ്ങളിൽ മിക്കവാറും എല്ലാ മ്യൂസീഷ്യൻസിൻ്റെയും വീട്ടിൽ പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തന്റെ സംരംഭത്തിന് യേശുദാസിന്റെ കനത്ത പിന്തുണയുണ്ടായിരുന്നുവെന്ന് ലീൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് ലീൻ തോബിയാസിന് ഒരു ലോക റെക്കോർഡ് നേടാനായതും. ദാസേട്ടൻ വളരെയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദാസേട്ടനും പ്രഭുചേച്ചിയൊക്കെ കുടുംബമായിട്ട് തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓരോ പ്രദർശന കേന്ദ്രങ്ങളും ഓരോ അനുഭവങ്ങളാണ്. വലിയ ജനപിന്തുണ തനിക്ക് ലഭിക്കുന്നത് യേശുദാസിന്റെ പേരിലാണെന്നും ലീൻ പറയുന്നു. പ്രദർശനം 2 ദിവസത്തേക്കാണ്. നാളെ സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ന്യൂയോർക്കിൽ ഭൂമിക്കടിയിൽ നിന്നുള്ള ഗ്യാസ് ഉൽപാദനം പുനരാരംഭിക്കാൻ സാധ്യത. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് വീണ്ടും കുറഞ്ഞു. ഫെബ്രുവരിയിൽ മാത്രം 2,27,000 പുതിയ തൊഴിലവസരങ്ങൾ. ശസ്ത്രക്രിയയ്ക്കായി ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷനുകൾക്ക് കാനഡയിൽ വൻ ദൗർലഭ്യം. സ്വവർഗ വിവാഹങ്ങൾക്കെതിരെ പോപ്പ് ബെനഡിക്ട് 16 രംഗത്ത്. നടൻ ജഗതി ശ്രീകുമാറിന്റെ അപകട വാർത്ത കലാകേരളത്തെ ആശങ്കയിലാക്കി. നിങ്ങൾക്കും പ്രതികരിക്കാം MCN ന്യൂസിലൂടെ. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. ഇന്നത്തെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി.